നമ്മുടെ ആർട്ടിൽ വർക്ക് ചെയ്യണ നമ്മുടെ മുത്ത് ഒരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. ചെറുത് എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്തൊരു വലിയ പരിപാടി. അത് നമ്മുടെ ദളപതി വിജയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതായത് ഒരു 50 അടി പൊക്കമുള്ള കുരുത്തോല കൊണ്ടുള്ള ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കാണാം. പക്ഷെ അതിന് മുത്തിന് നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. മുത്തിന് യഥാർത്ഥ പേര് ശ്രീരാജ് എന്നാണ്. ശ്രീരാജ് ചെയ്തു വെച്ചവർക്ക് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. വിജയുടെ ഒരു കുരുത്തോല വെച്ചിട്ടുള്ള ഒരു ഫുള്ള് കട്ടൗട്ട് ഫിഗർ കുരുത്തോല വെച്ചുണ്ടാക്കി. ഫുള്ള് കുരുത്തോല. അപ്പൊ എത്ര കുരുത്തോല വേണ്ടി വന്നത്? ഏകദേശം ഒരു വണ്ടി നിറച്ചുള്ള കുരുത്തോല ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ? അപ്പൊ എത്ര ദിവസം എടുത്തു അതുണ്ടാക്കാൻ? അത് ഏകദേശം ഇവിടെ 1.5 ആഴ്ചയോളം നമ്മളതിന്റെ സ്കെൽട്ടനും അതിന്റെ ബാക്കിയുള്ള പണികളൊക്കെ ആയിട്ട് എന്താ പറയുക 1.5 ദിവസം എടുത്തായത് കുരുത്തോല മാത്രം അത് അടിക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ഇതിനെ ഒരുപാട് പേര് സഹായിച്ചു അല്ലേ? പ്രത്യേകിച്ച് എൻ്റെ ഇവിടെയുള്ള സുഹൃത്തുക്കൾ. പിന്നെ എടുത്തു പറയേണ്ടത് തന്നെ ഇതിലേക്ക് ഞാൻ ഈ കാര്യം ഇവിടെ ആദ്യം പറഞ്ഞപ്പം നമ്മുടെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ശ്രീ ഷിബു കുഞ്ചിറ, പിന്നെ എൻ്റെ ചീഫ് ഡയറക്ടർ ബിബിൻ ചേട്ടൻ, ഇവരാണ് പറഞ്ഞത് അത് നമുക്ക് ചെയ്യണം, ബാക്കി ഞങ്ങളുണ്ട് പുറകെ എന്ന് പറഞ്ഞു. കടമാണെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അല്ല, കടം വാങ്ങിക്കേണ്ട കാര്യം എന്താണ്? ഇത് അത്രയ്ക്കും കോസ്റ്റ് പൈസ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെ സഹായിച്ചിട്ടുണ്ട്, കൂട്ടുകാരെ സഹായിച്ചിട്ടുണ്ട്. കോസ്റ്റ് കുറച്ച് കൂട്ടി പറ, എന്നാലും വിജയിൽ എത്തുള്ളൂ. ഇത് ചെയ്യാൻ പറ്റുന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹം എന്തായാലും സാധിച്ചു. വിജയുടെ ഫിഗർ ചെയ്യുന്നുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ഇതൊരു റെക്കോർഡിനുള്ള അറ്റംപ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. കുരുത്തോല വെച്ചിട്ട് ഇത്രയും വലിയൊരു ഇതുവരെയും ചെയ്തിട്ടില്ല. ഗിന്നസിന് അപ്ലൈ ചെയ്തോ? എന്നോട് ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിക്ചേഴ്സും ഇതും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹം ഒന്ന് കാണണം എന്നുള്ള എൻ്റെ ഒരു വലിയൊരു വിജയ് സാറിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ? നമ്മളത് ഓൾറെഡി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരേഷിനോട് പറഞ്ഞാൽ പോലെ. അതാണ് കറക്റ്റ്. അപ്പൊ ഇന്ന് ശ്രീരാജിനെയും കൂടി നിർത്തിക്കൊണ്ട് തന്നെ വൈചേട്ടാ നമ്മുടെ ഇന്നത്തെ ഉത്സവം കൊടിയിറക്കുകയാണ്. സാധാരണ എപ്പോഴത്തെ കുരുത്തോല പെരുന്നാള് കുരുത്തോല പെരുന്നാള് വൈചേട്ടാ. അപ്പൊ ഗംഭീരമായില്ലേ പരിപാടികളെല്ലാം? ഞാൻ എങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അല്ലേ? കൊള്ളാം. നമുക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം സൂപ്പർ എന്ന് പറയാതെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയില്ല. അല്ല, ശരിക്കും പ്രചോദിന്റെ ഡ്രസ്സ് ചേരുന്നത് ബൈജുവേട്ടനാ, പച്ചയായിട്ട് പറയുമെന്ന്. നമുക്ക് ചങ്ങനാശ്ശേരിയിൽ വേറെ എവിടെന്നാണെന്ന് പറഞ്ഞില്ലേ? അത് ജിൻസ് എന്ന് പറഞ്ഞ അത് വേറെ ഒന്നല്ല. ചങ്ങനാശ്ശേരിയിൽ ആ കടയെ പറ്റി ഞാൻ ഫ്ലവേഴ്സിൽ പറയാം. കടയുടെ പേരും പറയാം, സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ പേരും പറയാം. പിന്നെ ഇതിന്റെ കാശൊന്നും കൊടുക്കണ്ടല്ലോ. അല്ലല്ല, ജിൻസിനെ സമ്മതിക്കണം. എന്തെന്നറിയാം, ഒരിക്കലും അതിന്റെ അല്ല ഞാൻ പറയാൻ വരുന്ന കാര്യം ജിൻസിനെ സമ്മതിക്കണം. കാരണം വെച്ചാൽ ഒരിക്കലും ചേരാത്ത ഒരു വേഷം ഒരാളിന് തച്ച ഒരു പരുവത്തിലാക്കി കൊടുത്തു. നന്നായിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. രാവിലെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. രാവിലെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ജിൻസൺ അല്ലാതെ പ്രചോദനം ലോകത്ത് ആര് കോട്ട വെച്ചാലും ശരിയാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്. പുള്ളിയെ ചങ്ങനാശ്ശേരിയിൽ അറിയപ്പെടുന്നത് എന്തായിട്ടാണെന്ന് അറിയാമോ? ചങ്ങനാശ്ശേരി മമ്മൂട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ബൈജന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ പറയാൻ കാര്യം അല്ല, അതൊരു ഇന്റർവ്യൂവിൽ ഒരാളിങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ യങ്ങായിട്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് പുള്ളി പറഞ്ഞു, വിനോദ് പണിക്കർ എന്ന് പറയുന്ന ആൾ. പുള്ളി പറഞ്ഞു ശരിക്കും മമ്മൂട്ടി, ചങ്ങനാശ്ശേരിയിലെ മമ്മൂട്ടി എന്ന് പറയാമെന്ന് പറഞ്ഞു. അതൊരു കോംപ്ലിമെന്റ് അല്ലേ? അത് പക്ഷെ ഇവിടെ ഞാൻ ട്രോളി കൊന്നു തന്നെ. ഞാൻ അത് ഇവർക്ക് എന്താണെന്നറിയാം, ഇവർക്ക് ഷേപ്പ് ഇല്ലാത്ത ആൾക്കാർ കാര്യമാക്കണ്ട. ഇത് പറയാൻ പറ്റി വയറങ്ങോ ശരിക്കും